ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലാണെങ്കിൽ ഞാൻ ഗ്രാനിയാണ് ഗെയ്സ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ എവിടെ കെട്ടിയിട്ടിരുന്നു, പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ഊരി പോകുന്നത്, ഇനി എന്തോന്ന് ചെയ്യണമെന്നൊരു പിടുത്തവും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അവിടെ ഒരു കഥവ് കാണുന്നുണ്ട്, ചെന്ന് അതും തുറന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഗെയ്സ്. ഇവിടെ ഫുള്ള് ചോരക്കറയാണ് ഗെയ്സ്. എനിക്ക് തോന്നുന്ന ഗ്രാനി ഇവിടെ വെച്ച് ആരൊക്കെയോ വെട്ടിക്കൊന്ന് കണ്ട. ഇവിടെ ഗെയ്സ് കെട്ടി തൂക്കിയിട്ട പാടൊക്കെ ഉണ്ട്. ഫുള്ള് ചോരക്കറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. ഇങ്ങോട്ടുള്ള ഇരുട്ട് എന്നെ പേടിപ്പെടുത്തുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പേടിക്കില്ല ഗെയ്സ്. ഇവിടെ ഒരു വാതിലാണെന്നുണ്ട്, ഇത് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗെയ്സ്. അതിനുള്ള ഓപ്ഷൻ വരുന്നില്ല ഗെയ്സ്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ഇടവഴി കൂടി കഷ്ടപ്പെട്ട് ചാടി മറിഞ്ഞാൽ ഇങ്ങോട്ടെത്തി ഗെയ്സ്. ഇത് അവിടെ തറയിൽ എന്തോ ഉടപ്പുണ്ട്. എന്താ അത്? ഇതൊരു കട്ടയെന്ന് തോന്നുന്നു ഗെയ്സ്. ഓ, ബ്രിക്കാണ് ഗെയ്സ്, ബ്രിക്ക്. ഇവിടെ എന്താണെന്നോ ബ്രിക്ക് കൊണ്ട് വച്ചിരിക്കുന്നത്. ഗ്രാനി വീട് പണിയാൻ വന്നതാണെന്തോ. ആ ഗെയ്സ്, ഇപ്പോഴല്ലേ കത്തിയത്. ഇത് വെച്ച് നമുക്ക് മറ്റേ ഗ്രാനി കളവിക്കിട്ട് എറി കൊടുക്കാം ഗെയ്സ്. ഒരു വന്ന് കയറിട്ട് ഇതെന്ന് തോന്നുന്നു റോക്കറ്റാ ഗെയ്സ്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ ചോരക്കറയുള്ള സ്ഥലത്തോട്ട് തന്നെ വന്ന് കയറിയിട്ടുണ്ട് ഗെയ്സ്. നമുക്കിനി നേരെ വിട്ടോളാം. എന്നാലും ഈ പണ്ടാരം തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരു വഴിയില്ല. ആ ഗെയ്സ്, ഇത് പെട്ടി തുറക്കാൻ പറ്റുന്നു. ആ ഗെയ്സ്, ഇത് തുറക്കാനുള്ളതല്ല, മറ്റേ ഗ്രാനി അമ്മൂമ്മ വരുമ്പോൾ നമുക്ക് കയറി ഒളിച്ചിരിക്കാനുള്ളതാണ് ഗെയ്സ്. അപ്പോൾ ഒരു സേഫ്റ്റി സ്ഥലം കിട്ടി ഗെയ്സ്. ഇനി നമുക്കിവിടെ കവറായിട്ട് കെയർഫുള്ളായിട്ടിരിക്കാം ഗെയ്സ്. നേരത്തെ കിട്ടിയൊരു ബ്രിക്കും കൊണ്ട് ദൂരെ എറിഞ്ഞിട്ട് എന്നാ അടക്കാണ് ബ്രിക്ക് ഗെയ്സ്. ഗെയ്സ് എന്തോന്നാണ് പുതിയൊരു സംഭവം. ഇതെന്ന് തോന്നുന്നു ഷോർട്ട് ഗൺ ബട്ട ഗണ്ണ് വല്ലതും ആണോ? അല്ല ഗെയ്സ്, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഗണ്ണല്ല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് മറ്റേ ബ്രിക്ക് എടുത്ത് വച്ചിരിക്കാം, കാരണം അവരെപ്പോഴാണ് ചാടി മുമ്പിൽ വീഴണമെന്ന് പറയാൻ പറ്റില്ല ഗെയ്സ്. വീണ കഥമാണ് ഗെയ്സ്, കഥം. അപ്പോൾ ഗെയ്സ് ഇതവിടെ ഫ്യുവൽ പോലത്തെ എന്തോ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സംഭവം ഫില്ലായതുകൊണ്ട് നമുക്ക് അതെടുക്കാൻ പറ്റത്തില്ല. ഒന്നും ഡ്രോപ്പ് ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. അത് പോട്ടെ ഗെയ്സ്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രിക്ക് ഇരിക്കട്ടെ ഗെയ്സ്. ഇനി നമുക്ക് മറ്റേ ഗ്രാനി വരുമ്പോൾ പണി കൊടുക്കണ്ടേ, അവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഗെയ്സ്. ഒരു ചെറിയ പേടിയുണ്ട് ഗെയ്സ് ഇതെനിക്ക് കളിക്കുമ്പോൾ. ഞാൻ പറഞ്ഞാണ് വോയിസ് ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ പേടിക്കണ്ട, അടുത്ത കളിയിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം ഗെയ്സ്. ഇവിടെ ഫുള്ള് ഭയങ്കര കൂരിട്ടാണ്. അപ്പോൾ ഗെയ്സ് ഇതെറിഞ്ഞ് പൊളിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെ ഗ്രാനി ഉണ്ടോ? ഇല്ലല്ല. അപ്പോൾ വണ്ടി തുറക്കി. ഓക്കെ, ഇനി നേരെ വിട്ടോ ഗെയ്സ്. ഈ വഴി അങ്ങനെ ചാടി പറഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട് ഗെയ്സ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പിൻ്റെ ഒരു നമുക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയും കാണുമെന്ന് തോന്നുന്നു. പിന്നെ പറയാൻ പറ്റില്ല, മറ്റേ ഗ്രാനി അമ്മും എവിടെയെങ്കിലും കാണും ഗെയ്സ്. അയ്യോ, വീട്ടിനകത്തോട്ട് ഓടി. അയ്യോ ഗെയ്സ്, അവരെ മുറിക്കകത്തുണ്ട് ഗെയ്സ്, സൂക്ഷിച്ചിരിക്കണം ഗെയ്സ്. ഇവിടെ ഒരു ലോക്കർ എന്തോ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നോ പവറെന്ന് കാണിക്കുന്നു ഗെയ്സ്. എന്തുവാടെ ഇത്? ചിലപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഗെയ്സ്. അയ്യോ നിങ്ങൾക്ക് ഞാൻ പണി തരും അടുത്ത്. ഇനിയിപ്പോൾ ഞാൻ റിവഞ്ചുമായിട്ട് വരും, തീർത്തിട്ടേ പോവും ഗെയ്സ്. അപ്പം നമ്മളെ പഴയതുപോലെ വീണ്ടും കെട്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും ചാടിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇന്നിനി എനിക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല ഗെയ്സ്. ഇനി നാളെ ഒരു അടിപൊളി ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, അതും മൾട്ടിപ്ലെയർ ആയിട്ട് ഗെയ്സ്. അതിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ ഇതിനെക്കുറിച്ച് അല്പം കൂടി പഠിച്ച് ബെറ്ററായിട്ടൊരു പുതിയല്ല ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഗെയ്സ്. അപ്പോൾ പാർട്ട് 2 വീഡിയോയിൽ കാണാം. അതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മുടെ നാളത്തെ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗെയ്സ്. അപ്പോൾ സെറ്റ്. അടുത്ത കളി നമ്മൾ ആ ഗ്രാനിയെ അടിച്ച് പൊട്ടിച്ച് പപ്പടാക്കും.